അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്പായിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് തന്നെ നമുക്ക് പോവാം. നമ്മുടെ വീട്ടിലേക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂത്തു പോകാറാണ് പതിവില്ലേ. പൂത്ത് ഭയങ്കര പൂപ്പലടിച്ച് പോകും. ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂത്തു പോയാൽ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കണവർ പറഞ്ഞു തന്ന രീതിയാണ്, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കാം. നമ്മൾ സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കി തന്നെ എടുത്തിട്ട് വരണം കേട്ടോ. അങ്ങനെ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നേരെ തണുക്കാത്ത ആ ഒരു ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. എൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ, ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ലാസ്റ്റാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ദിവസം, ഒരുപാട് മാസം എന്ന് വേണമെങ്കിൽ പറയാം, നല്ലതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നീ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മൾ കായപ്പൊടിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കൂടി പോരുത്, എന്നാലും ഒരു 1/4 ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. അച്ചാർ എത്ര ദിവസം വേണമെങ്കിലും കേടുവരില്ല. എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ അച്ചാർ സ്റ്റോർ ചെയ്യുമ്പോൾ ചില്ലിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രത്തിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലോ പുറത്തോ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ സ്റ്റോർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അച്ചാർ പൂത്ത് പോകുന്ന പേടിയേ വേണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു യൂസ്ഫുള്ളാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത്, നമ്മളെ മക്കൾ ഒരിക്കലും പാല് കുടിക്കില്ല അല്ലേ. പാല് കുടിക്കാത്ത മക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ മക്കളാകട്ടെ വലിയ കുട്ടികളാകട്ടെ പാല് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് പാല് കുടിച്ചാൽ കുറച്ചൊക്കെ ഒരു ആശ്വാസമാണല്ലേ. അപ്പോൾ കവർ പാല് വേണ്ട, പശുമ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് കാച്ചിയെടുക്കുക, നല്ല കട്ടിക്ക് തന്നെ കാച്ചിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് രീതിയിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇനി എത്ര പാല് കുടിക്കാത്ത കുട്ടികളും ഈസി ആയിട്ട് കുടിച്ചു പോകും. ചോദിച്ച് വാങ്ങി കുടിക്കട്ടോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ നിറയെ വെല്ലം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിപ്പോൾ കയ്യിലുള്ളത് 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ ഹോർലിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് തിളച്ച പാൽ ഇതിലേക്ക് പാർന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കുട്ടികൾക്ക് എത്ര കുടിക്കാത്ത കുട്ടികളും ഇത് ചോദിച്ച് വാങ്ങി കുടിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെല്ലം ചേർക്കുമ്പോൾ ഒരുപാട് ടേസ്റ്റാണ്. അത് മാത്രമല്ല, വെല്ലം കൂടി ചേർത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ രക്തം ശുദ്ധീകരിക്കാനും രക്തം വർദ്ധിക്കാനൊക്കെ വെല്ലം നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പശുമ്പാലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഹെൽത്തിനും കൂടി നല്ലതാണ്. ഇപ്പോൾ പാൽ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്താൽ അവർ ചോദിച്ച് വാങ്ങി കുടിക്കും, കൺഫേം ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത്, നമ്മളെ വീട്ടിൽ വെള്ളരിക്ക ആകട്ടെ കുമ്പളങ്ങ ആകട്ടെ ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകാറുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇങ്ങനെയൊക്കെ അമർത്തി നോക്കുമ്പോൾ തന്നെ ഉള്ളിൽ അളിഞ്ഞു പോയിട്ടുണ്ടാകും ആ ഒരു കട്ട് ചെയ്ത ഭാഗം. ഇനി അളിയാതിരിക്കാനുള്ള ഈസി ടിപ്പാണ്, ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ എല്ലാവിടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ഭാഗം തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്താൽ സൂപ്പറായിട്ട് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും, അളിയാതെ തന്നെ നിൽക്കട്ടോ. സൂപ്പർ ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്ത ടിപ്പ് നമ്മൾ നോക്കുന്നത്, നമ്മൾ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡാണില്ലേ. നമ്മൾ രാവിലെ എണീച്ചാൽ തന്നെ കുക്കിംഗ് വേഗം കളിക്കാനുള്ള പുറപ്പാടായിരിക്കും, ചടപടാന്നായിരിക്കും. ആ സമയത്ത് കിച്ചൺ ടോപ്പിലൊക്കെ നന്നായിട്ടാകും. അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ നല്ലതുപോലെ കൗണ്ടർ ടോപ്പ് ആകട്ടെ എല്ലാ ഭാഗത്തും ഇതുപോലെ തെറിച്ചിട്ടുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കില്ല, എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും തുടച്ചെടുക്കുക. അപ്പോൾ നനഞ്ഞ തുണി നമ്മളെ കയ്യിൽ ഒരു കോട്ടൻ്റെ തുണി കരുതുകയാണെങ്കിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ ഗ്യാസ് ടോപ്പ് തുടച്ച് നീക്കട്ട. കൗണ്ടർ ടോപ്പൊക്കെ ആകട്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം, പിന്നീട് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ടേസ്റ്റ് നോക്കില്ലേ. ടേസ്റ്റ് നോക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ കുറച്ചൊക്കെ ടേസ്റ്റ് ഇതുപോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊക്കെ അതിലിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. ചിലവർ നമ്മൾ നോക്കുമ്പോൾ കുടിച്ചിട്ടൊക്കെ ആയിരിക്കും നോക്കൽ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ കയ്യിൽ ഒഴിച്ചിട്ട് വേണം ടേസ്റ്റ് നോക്കാൻ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ കയ്യിൽ ഒരിക്കലും ഇങ്ങനെ വെച്ച് പോകരുത് കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്തു പോകരുത്. നമ്മൾ തുടപ്പും കൊണ്ടല്ലേ ഈ ഭാഗമൊക്കെ തുടച്ചെടുക്കുക. അപ്പോൾ എന്തായാലും അതിലൊരു ജെംസ് എന്തായാലും ചെറിയ കണ്ണിൽ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് പിന്നീട് നമ്മൾ നമ്മൾ കറിയിലേക്കും നേരെ ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മളെ ഗ്യാസ് സ്റ്റോവ് കണ്ടില്ലേ, അതുപോലെ
ഇതേപോലെ കറികളൊക്കെ ഒറ്റിയിട്ടുണ്ടാകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് കഴിവതും ഞാൻ നേരത്തെ നല്ല നല്ല ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കയ്യിലൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് നമ്മളത് കൈയോടെ കൂടി തുടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ കറിയൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത് അതുപോലെ ഒരു തട്ട് അടുത്തേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് വെച്ചാൽ മതി കേട്ടോ. ആ ഒരു തട്ടിലിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ കയ്യിൽ ഒഴിച്ചിട്ട് വേണം ഒന്ന് നമ്മൾ കുടിച്ച് നോക്കാനായിട്ട് കേട്ടോ. ഒരിക്കലും നമ്മൾ വായിൽ വെച്ചിട്ട് കുടിക്കരുത്. ഒരുപാട് ബാക്ടീരിയ ഉണ്ടാകും നമ്മളെ വായിൽ തന്നെ. അപ്പോൾ അത് കറിയിലേക്ക് പടരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത്, നമ്മളെ വീട് എത്ര തുടച്ചാലും എത്ര തന്നെ വൃത്തിയാക്കിയാലും ബെഡ്റൂം സ്പ്രേ ഒക്കെ വാങ്ങി ഇട്ടാലും ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കില്ലേ. റൂമിലാകട്ടെ, ഹാളിലാകട്ടെ, കിച്ചണിലാകട്ടെ എല്ലാ ഭാഗത്തും ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. ഇനി ബാഡ് സ്മെല്ല് പോകാനായിട്ട് ഈ ഒരു വിളക്ക് നമുക്ക് സഹായിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ മുഖത്തിലേക്ക് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രം, നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെയൊക്കെ യൂസിന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വിളക്കിലേക്ക് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ട് താതൊരു വിരലും കൊണ്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുക്കാം. നല്ല മണമായിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നീട് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യണത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക വിളക്കിൽ കേട്ടോ. ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഓൾറെഡി തിരി ഉണ്ടായവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ മതി. ഞാനിപ്പോൾ ഒരു കോട്ടൺ തുണിയിലൊരു തിരി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈസിയാണ്, നമുക്ക് യൂസ്ഫുള്ളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴൊന്നുമില്ല, എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ സൂപ്പറായിട്ട് സ്മെല്ലുണ്ടാകും കേട്ടോ. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് 3 കർപ്പൂരമാണ്. ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചിട്ട് ബെഡ്റൂമിലാകട്ടെ, ഹാളിലാകട്ടെ, നമ്മൾ അടുക്കളയിലാകട്ടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ സ്മെല്ല് വരും കേട്ടോ. ഇത് കത്തി വരുമ്പോൾ ആ പൗഡറും കർപ്പൂരവും ചേർന്ന് ഈ ഒരു മിക്സിൽ നമ്മൾ നേരെ വരുന്നത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇത് കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഹാളിലാകട്ടെ ഏത് ഭാഗത്ത് നമുക്ക് ഈസി ആയിട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു യൂസ്ഫുൾ ടിപ്പാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എപ്പോഴൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രം ചെയ്താൽ മതി കേട്ടോ. നല്ല സ്മെല്ല് തരും. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നീട് നമുക്ക് ബെഡ്റൂമിൻ്റെ സ്പ്രേൻ്റെ ആവശ്യമേ ഇല്ല. ബെഡ്റൂമിൽ പലതരം സ്പ്രേ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ 2 ഉപകാരം കൂടിയാണ്. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ കണ്ണിൽ കാണാത്ത കൊതുകുകളൊക്കെ വരാനും ഉണ്ടാവില്ലേ, വരലുണ്ടാകും. അതൊക്കെ തടയാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും തുടച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ തരും കേട്ടോ. പോസിറ്റീവായിരിക്കും, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് തോന്നിയാൽ എന്തായാലും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഇതുപോലെ വീഡിയോസുകൾ കാണാനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാതെ കാണുന്നവർ ധാരാളം ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും പേടിക്കാതെ ചെയ്യാം. നല്ലതായാലും കെട്ടതായാലും ഇവിടെ സ്വീകരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.